ജെബി മേത്ര കൂടി ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ജെബി മേത്ര, താങ്കൾ ഇപ്പോൾ ഈ വാർത്ത കേട്ടിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. MLA മുകേഷിനെതിരായ ഈ ഒരു പീഡന പരാതിയിൽ കുറ്റപത്രത്തിൽ പറയുന്നത് നിർണായക കണ്ടെത്തലാണ്. ഡിജിറ്റൽ സാഹചര്യ തെളിവുകളടക്കം അടങ്ങുന്നതാണ് കുറ്റപത്രം. മുകേഷിനെതിരെ കൂടുതൽ കുരുക്കുമുറുകുന്ന ഒരു സാഹചര്യം തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം, ആ പരാതിയിൽ കാമ്പുണ്ടെന്നും കഴമ്പുണ്ടെന്നും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ MLAക്കെതിരെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇത് തുടക്കത്തിൽ തന്നെ മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടതാണ് മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നും മുകേഷ് രാജിവെക്കുക എന്നുള്ളതാണ് ഇനിയുള്ള മാർഗം. അതല്ല എങ്കിൽ അന്ന് സമരങ്ങൾ നടത്തിയിരുന്നു. മുന്നോട്ടും ശക്തമായ സമരങ്ങളുമായി മഹിളാ കോൺഗ്രസ് മുന്നോട്ട് പോകും. അത് മാത്രമല്ല, ഗോവിന്ദൻ മാഷിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാനിടയായി, മുകേഷ് MLA സ്ഥാനം രാജിവെക്കണ്ട എന്നുള്ള. അപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം എന്നും പ്രതികളെ സംരക്ഷിക്കുക, അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും ഒക്കെ നടക്കുന്നാലും കൊലപാതകങ്ങൾ നടന്നാലും അപ്പോഴും CPM ആയിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളൊരു നയമാണ് CPM എടുക്കുന്നത് എന്ന് ഈ ഒരു സാഹചര്യത്തിലും വ്യക്തമാകുകയാണ്. അപ്പോൾ മഹിളാ കോൺഗ്രസിന് പറയാനുള്ളത് മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ്. ആരോപണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ മുകേഷ് അടക്കം 7 നടന്മാർക്കെതിരെയായിരുന്നു ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം ശരിവെക്കുന്നത് തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം വലിയ തരത്തിലുള്ള ഒരു ശക്തി പ്രകടനങ്ങളൊക്കെ നടത്തിയിരുന്നു, പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഒരു സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ചലച്ചിത്ര നയരൂപീകരണത്തിൽ നിന്നും MLA മാറ്റി ഒഴിവാക്കി ഒരു മുഖം രക്ഷിക്കാനുള്ള സർക്കാരിന്റെ നയം മാത്രമായിരുന്നു അന്ന് നടന്നത്. ബാക്കിയെല്ലാം അത്രയധികം പ്രതിയെ സംരക്ഷിച്ചു പോകുന്ന ഒരു രീതി തന്നെയായിരുന്നു കണ്ടിരുന്നത്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം, പ്രതികളെ, കുറ്റക്കാരെ സംരക്ഷിക്കുന്ന, കൊലപാതകം ചെയ്തവരെ വരെ സംരക്ഷിക്കുന്ന ഒരു നയമാണ് സ്വീകരിക്കുന്നത്. മുകേഷിന്റെ കാര്യത്തിൽ മുകേഷ് ഒരു പബ്ലിക് സർവന്റായി MLA ആയി നിൽക്കുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ഒഴിയുക എന്നുള്ളതായിരിക്കണം CPM-ഉം എടുക്കേണ്ട ഒരു തീരുമാനം എന്നുള്ളതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം. ഇതിന്റെ ഒരു മൊറാലിറ്റി എല്ലാം നോക്കുമ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ CPM-ന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളും ഉണ്ടാകാറില്ല. മറിച്ച് പ്രതികളെയും കുറ്റക്കാരെയും കൊലപാതകികളെയും ഏതറ്റം വരെയും പോയി സംരക്ഷിക്കുന്ന ഒരു രീതിയാണ്. കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീര് കാണാനോ വിലാപങ്ങൾ കേൾക്കാനോ ഒന്നും CPM തയ്യാറല്ല. പെൺമക്കളെ എങ്ങനെ സ്കൂളുകളും കോളേജിലും വീടുകളിൽ പോലും സുരക്ഷിതരല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലമൊക്കെ നിലനിൽക്കുമ്പോൾ പോലും ഒരു മാതൃകാപരമായ തീരുമാനമെടുക്കാൻ CPM തയ്യാറാവുന്നില്ല. CPM-ന്റെ വനിതാ നേതാക്കന്മാർ ഇതിൽ ശക്തമായ അവരുടെ ഒരു അഭിപ്രായം എന്താണെന്ന് കൂടി പറയാൻ അവർ തയ്യാറാകണം. ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും മന്ത്രിമാരായിരിക്കുന്നവരൊക്കെ ഇതിൽ എന്താണ് നിലപാട് എന്നുള്ളത് വ്യക്തമാക്കണം എന്നും കൂടി മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തന്നെ MLA ആണ് പ്രതിസ്ഥാനത്തുള്ളത്. ഇനിയും സർക്കാരിന് മുഖം രക്ഷിക്കാൻ ഒരു കടുത്ത നടപടി ഉണ്ടാകുമോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? അതുപോലെ തന്നെ എത്ര നാൾ മുകേഷിനെ ഇങ്ങനെ കൈവിടാതെ CPM-ന് കൊണ്ടു നടക്കാൻ പറ്റും? സർക്കാരിന്റെ മുഖം രക്ഷിക്കാനായി അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സർക്കാരിന്റെ മുഖം അത്രയും വികൃതമായി നിൽക്കുന്നതാണ് എല്ലാ തലത്തിലും, എല്ലാ കാര്യങ്ങളിലും. പക്ഷെ മുകേഷിന്റെ കാര്യത്തിൽ ഈ കുറ്റപത്രത്തിൽ തെളിവുകൾ ഉൾപ്പെടെ വന്ന സാഹചര്യത്തിൽ MLA സ്ഥാനം രാജിവെക്കാൻ CPM തന്നെ ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അതിൽ ഈ കാര്യത്തിലെങ്കിലും മുഖം രക്ഷിക്കാൻ CPM-ന് ഉചിതമാകുക. മഹിളാ കോൺഗ്രസ് ഇതിനു മുൻപ് പ്രതിഷേധമൊക്കെ, മുകേഷിന്റെ കോലും എല്ലാം കത്തിച്ച് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ ഇത്രയധികം ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റപത്രം അല്ലെങ്കിൽ പീഡന പരാതി തെളിഞ്ഞു എന്നുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കടുത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയായിരിക്കും ഇനി കടക്കുന്നത്. തീർച്ചയായും മഹിളാ കോൺഗ്രസ് കൊല്ലത്ത് തന്നെ അതിന്റെ ആദ്യ പ്രതിഷേധങ്ങൾ ഉണ്ടാവും. അതിനുശേഷം തിരുവനന്തപുരത്ത് ഉണ്ടാകും. അത് മഹിളാ കോൺഗ്രസ് മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് സമരം നടത്തിയതും നടത്താൻ ഉദ്ദേശിക്കുന്നത്. വളരെയധികം നന്ദി ജെബി മേത്ര ഈ അവസരത്തിൽ പ്രതികരിച്ചതിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.